ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു നല്ല കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല നാടൻ പച്ച മഞ്ഞൾ കിട്ടി. ഇന്നലെ ഞാനത് മേടിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നുണ്ട്. ഞാനിങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിൽ മഞ്ഞൾപ്പൊടിയൊക്കെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ പ്രോസസ്സ് കാണിക്കാനാണ്. അതുകൊണ്ട് വാച്ച് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഞാൻ ഇതുപോലെ ഇതിൻ്റെ ഒത്തിരി വീഡിയോസ് നല്ല ഇതൊക്കെ ഇടും. ഈ മഞ്ഞൾ വെച്ചിട്ടും ചില നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ ചിലത് കാണിക്കും. ഈ പച്ചമഞ്ഞൾ വെച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു ഫ്രണ്ട്സ്. മഞ്ഞളിൻ്റെ ബാക്കി ഭാഗമായ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ഈ കല്ലിട്ട് ഇടിച്ച് നല്ല ചതച്ചിട്ട് ഞാനിപ്പോൾ ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഒരു സഹായിയും കൂടെ ഉണ്ടായിരുന്നു. അത് കാരണം ഇത് 5 കിലോ ആണ്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചില റെസിപ്പീസ് ഞാനത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഞാൻ കുറേ അങ്ങനത്തെ നിങ്ങൾക്ക് എത്തിച്ചു തരും. ഒരുപാട് പ്രകൃതമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. കണ്ടിന്യൂസ് ആയിട്ട് കാണണേ. ബൈ. മഞ്ഞൾ ഏതാണ്ട് ഉണങ്ങിക്കഴിഞ്ഞു. ഇന്ന് പൊടിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. ബ്രൗൺ കളർ ആയാലും പൊടിച്ചു വരുമ്പോൾ നന്നായിരിക്കും. ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, പച്ചമഞ്ഞൾ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചു കൊണ്ടുവന്നത് ഇതവിടെ വെച്ചിരിക്കുന്നു. എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള നല്ല വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതായിരിക്കും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.